അപ്പോൾ 45 ദിവസം സമയപരിധി എന്നുള്ളത് നേരത്തെ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. അതായത് അതിനുശേഷം കൊണ്ടുവരുന്ന സത്യം അത് സത്യമല്ല. ആ സത്യം പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനുശേഷമാണല്ലോ ഈ തെളിവുകൾ കിട്ടുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നിരിക്കുന്ന പിഴവ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്ന പിഴവ് എന്ന് പറയുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും അടുത്ത യാത്ര തുടങ്ങിയിരിക്കുന്ന ദിവസമാണല്ലോ. എന്താണ് വോട്ടർ അധികാർ യാത്ര. ആ യാത്ര എന്നുള്ളത് ദീർഘനാളായിട്ടുള്ള 2 ആഴ്ച നീളുന്ന യാത്രയാണ്. 13 സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്രയാണ്. ആ യാത്രയുടെ തുടക്കത്തിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കി. അത് എൻ്റെ കയ്യിൽ ഞാൻ സ്വയമായി എടുത്തു പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന രേഖകളിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ കണ്ടെത്തി അത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിൽ തെളിവ് തരണമെന്ന് പറയുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖയിൽ ഞാനെന്ത് തെളിവ് തരാനാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ കൃത്യമാണത്. രണ്ടാമത്തെ കാര്യം, എന്നോട് സത്യവാങ്മൂലം ചോദിക്കുകയാണ്. അപ്പോൾ BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ, അതായത് രാഹുൽ ഗാന്ധിക്ക് 6 മാസം എടുത്ത് 7 അടി പൊക്കത്തിലുള്ള കടലാസുകൾ പരിശോധിച്ച് കൊണ്ടുവരേണ്ട വിവരങ്ങൾ അപ്പുറത്ത് 6 മണ്ഡലങ്ങളിലെ ദിവസങ്ങൾക്കകം തന്നെ വളരെ പെട്ടെന്ന് വാർത്താസമ്മേളനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട്ടിലടക്കം കള്ളവോട്ടർമാരുണ്ട് എന്ന വാർത്താസമ്മേളനം നടത്തിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സത്യവാങ്മൂലം വേണ്ടേ? ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ മറുപടിയില്ല.